ഹലോ ഫ്രണ്ട്സ്. സോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ലാൻഡിംഗ് പേജ് എലിമെൻറ്റർ ത്രൂ ഇപ്പോൾ ഫ്രീ വേർഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ പ്രോ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ ഫ്രീ വേർഷൻ ആണെങ്കിൽ ടെംപ്ലേറ്റിനകത്ത് ലാൻഡിംഗ് പേജസ് കാണത്തില്ല. ഓക്കെ, സോ യു നീഡ് ടു ക്രിയേറ്റ് ഫ്രോം സ്ക്രാച്ച് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. സോ നമ്മൾ നോർമലി ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ യു നീഡ് ടു ക്രിയേറ്റ് എ ലാൻഡിംഗ് പേജ്. അതേപോലെ തന്നെ നമ്മൾ ഹബ്സ്പോട്ടിൻ്റെ കോഡായിരുന്നു ഇംബെഡ് ചെയ്തത്. സോ ഇപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പാർട്ട് 2 വീഡിയോ വിത്ത് ദ പെയ്ഡ് വൺ പോയിട്ടൊന്ന് കാണുക. അവിടെ നമ്മൾ ഇംബെഡ് ആയിരുന്നു ചെയ്തത്. ബട്ട് നമുക്ക് ഇംബെഡ് ചെയ്യണമെന്നില്ല, നമുക്ക് പ്ലഗിൻ തന്നെ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഹബ്സ്പോട്ടിൻ്റെ പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യാം. സോ ആ പ്ലഗിൻ ഓട്ടോമാറ്റിക്കലി അവിടെ വരും. സോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾ പ്ലഗിൻ, ആഡ് എ ന്യൂ പ്ലഗിൻ. സോ ലെറ്റ്സ് ക്ലിക്ക് ഓൺ ദ ആഡ് എ ന്യൂ പ്ലഗിൻ. ഞാൻ ഹബ്സ്പോട്ടിൻ്റെ പ്ലഗിൻ ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഇത് പ്ലഗിൻ സെക്ഷൻസ് ആണ്. സോ ഇവിടെ നമ്മൾ ഹബ്സ്പോട്ട് CRM എന്ന് സെർച്ച് ചെയ്യുക. ഹബ്സ്പോട്ട് CRM. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പേ ഹബ്സ്പോട്ടിൻ്റെ മൊത്തം സെറ്റപ്പ് നമ്മൾ പാർട്ട് 2 വീഡിയോനകത്ത് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും കണ്ടിരിക്കണം. സോ ഇനിയിപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്യുകയാണ്. ഹബ്സ്പോട്ട് CRM ഇൻസ്റ്റാൾഡ്, ആക്ടിവേറ്റ്. സോ കണക്ട് ചെയ്യാനാണ് വേണ്ടി പറയുന്നത്. സോ നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുക, ആ അക്കൗണ്ട് വെച്ചിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം. സോ ലെറ്റ്സ് നമ്മുടെ അക്കൗണ്ട് വെച്ചിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം. സോ ഐ വുഡ് ലൈക്ക് ഇറ്റ്സ് ലുക്ക് ലൈക്ക് യു ഓൾറെഡി യൂസിങ് ഹബ്സ്പോട്ട്. യെസ്. സോ സൈൻ ഇൻ. ഓക്കെ, സൈൻ ഇൻ വിത്ത് ഗൂഗിൾ ഉണ്ട്. സൈൻ ഇൻ. സോ ഒരു കോഡ് അയച്ചിട്ടുണ്ട് എന്നാണ്. സോ നമുക്ക് ആ കോഡ് ഒന്ന് എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. സോ ഇതാണ് കോഡ്. നമ്മൾ കോഡ് ലോഗിൻ ചെയ്യാം. സോ കണ്ടിന്യൂ വിത്ത് ദിസ് യൂസർ, കണ്ടിന്യൂ വിത്ത് ദിസ് അക്കൗണ്ട്, കണക്ട് വെബ്സൈറ്റ്. സോ കണ്ടിന്യൂ ടു ഹബ്സ്പോട്ട് പോർട്ടൽ. ഹബ്സ്പോട്ട് കണക്റ്റഡ് ആയി. സോ ഇനിയിപ്പോൾ നമുക്ക് ഹബ്സ്പോട്ട് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിലേക്ക് പോവാം. സോ ഞാൻ പുതിയ പേജ് ക്രിയേറ്റ് ചെയ്ത്, പുതിയ പേജിൻ്റെ പേര് നമ്മളിത് കൊടുത്ത് ജസ്റ്റ് പബ്ലിഷ്. സോ ഇത് തന്നെയാണ് ഞാൻ URL കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് പബ്ലിഷ് ചെയ്തിട്ട് ഞാൻ എലിമെൻറ്റർ കൊണ്ട് ഇതിനെ എഡിറ്റ് ചെയ്യും. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ബി URL ലൈക്ക് ദാറ്റ്. സോ അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ആദ്യം തന്നെ കൊടുത്തത്. സോ നൗ എഡിറ്റ് വിത്ത് എലിമെൻറ്റർ. വൺ സേവ് ആയി കഴിഞ്ഞാൽ വെരി സിമ്പിളാണ്. സോ നമ്മളൊരു ഫ്രഷ് പേജ് ക്രിയേറ്റ് ചെയ്യും വിത്ത് എലിമെൻറ്റർ വെച്ചിട്ട്. സോ ലെറ്റ്സ് സീ ഹൗ വി ഡു ഇറ്റ്. സോ ഫസ്റ്റ് തിങ്, നമുക്ക് ലാൻഡിംഗ് പേജ് ചെയ്യുന്ന സമയത്ത് ഹെഡർ വേണ്ട, ഫുട്ടർ വേണ്ട, ഈ സാധനങ്ങളൊന്നും നമുക്ക് വരാൻ പാടില്ല. സോ അതിനുവേണ്ടി നമ്മളിവിടെ സെറ്റിങ്സിനകത്ത് പോയിട്ട് ആദ്യം തന്നെ പേജ് ലേഔട്ട് ഡിഫോൾട്ട് മാറ്റിയിട്ട് എലിമെൻറ്റർ ക്യാൻവാസ് ചെയ്യുക. ഓക്കെ, അപ്ഡേറ്റ് അടിക്കുക. സോ വൺസ് എലിമെൻറ്റർ ക്യാൻവാസ് വന്നു കഴിഞ്ഞാൽ ഫുൾ ഫ്രഷ് ക്യാൻവാസ് ആണ്. ദർ ഇസ് നത്തിങ് ഇസ് കമ്മിങ് ഓൺ ദിസ്. ഇനിയിപ്പോൾ നമുക്കിവിടെ ഓരോ ബോക്സ് ആണ്. സോ ഫസ്റ്റ് ഞാനൊരു കുറച്ച് ലെയർ ക്രിയേറ്റ് ചെയ്യാൻ, ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ക്രിയേറ്റ് ചെയ്യും. And then I will be like adding a logo. So logo section വേണ്ടി if I want to add that logo here, so അതിന് വേണ്ടി ഒരു സെക്ഷൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്യും. So I will be adding a logo here. So I will going for image and image ഞാൻ logo ആണ് ഉദ്ദേശിക്കുന്നത്. So I will go for the layer. I will search for banner. So I will go for black logo. So that's the black logo. So ഞാനിവിടെ എൻ്റെ ലോഗോ ആഡ് ചെയ്യുക. ഇനിപ്പറ്റി അടുത്ത ഒരു സെക്ഷൻസ് ആഡ് ചെയ്യാനാണ്. സോ ജസ്റ്റ് ഒരു സ്പേസ് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 2 കോർണർ ഉള്ള സാധനമാണ് ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റിനകത്ത് എനിക്ക് ഒരു ഇമേജ് സെക്ഷൻസ് ആണ് ആഡ് ചെയ്യുന്നത്. സോ ഐ വിൽ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇമേജ്. ആൻഡ് രണ്ടാമത്തെ സാധനത്തിനകത്ത് നമ്മൾ ഫോമാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ വന്നിട്ട് ഹബ്സ്പോട്ട് എന്ന് സെർച്ച് ചെയ്താൽ ഹബ്സ്പോട്ട് ഫോം വരും. സോ ഏത് ഫോമാണ് സെർച്ച് ചെയ്താൽ നമുക്കത് ആഡ് ചെയ്യാൻ പറ്റും. സോ ഫോം ഏതാണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോമാണ്.
ഇതിപ്പോൾ ഇവിടെ തന്നെ വന്ന് സോ നമുക്കത് ഫോം ഇവിടെയാണ് വേണ്ടത്. സോ ഞാനത് ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങോട്ട്. സോ ഇത്ര ഫോമാണ് വന്നത്. സോ എനിക്ക് ഇവിടെ ഒരു ഇമേജ് റിപ്ലേസ് ചെയ്യണം. സോ ഐ വിൽ ജസ്റ്റ് കം ഹിയർ. I will get an image. So let's see ഏത് ഇമേജ് ആണ്. സോ ഈ ഇമേജ് നമുക്ക് യൂസ് ചെയ്യാം. സോ കുറച്ച് ലെങ്ത്തിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. സോ വി ക്യാൻ ജസ്റ്റ് അറേഞ്ച് ദി ലെങ്ത്. സോ ഞാനിവിടെ സ്റ്റൈലിനകത്ത് വന്ന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ഇവിടെ വരെ കൊണ്ടുവന്നു. സബ്മിറ്റ് സെക്ഷനകത്ത് തന്നെ കൂടുതൽ കൊണ്ടുവന്നാൽ അത് പൊട്ടിപ്പോകുന്നുണ്ട്. സോ പറ്റുന്ന വരെ ഒരു റിയലായിട്ട് തോന്നുന്ന വരെ നിങ്ങൾ കൊണ്ടുവരിക. എന്നിവ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് സോ ഇത് സ്റ്റാൻഡ് അലോൺ ആയിട്ട് തന്നെ നിൽക്കും. സോ ദാറ്റ്സ് ദ പർട്ടിക്കുലർ സെക്ഷൻ. ഇനിയിപ്പോൾ നമുക്കിവിടെ ഒരു ടൈറ്റിലും കൂടെ വേണമായിരുന്നു. സോ നമ്മളൊരു ബോക്സും കൂടെ ക്രിയേറ്റ് ചെയ്യാം. സോ വി നീഡ് ടു ആഡ് എ ടൈറ്റിൽ. സോ ഇതിന് ഞാൻ ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ഇടാം. ഇവിടെ ഒരു ടൈറ്റിൽ വരും, ഹെഡിങ്. സോ ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ മലയാളം. ഇതാണ് എൻ്റെ ടൈറ്റിൽ. സോ ഐ വിൽ ജസ്റ്റ് H2 ആണ്, ഇതിനെ H1 ആക്കും ആൻഡ് സെൻറ്റർ ആക്കും. ലുക്സ് ഗുഡ്. ഇവിടെ ഒരു ഗ്യാപ്പ് ഇല്ല. സോ ഐ വിൽ ജസ്റ്റ് ആഡ് വൺ മോർ സ്പേസ് ആൻഡ് ജസ്റ്റ് ആഡ് ദിസ് സ്പേസ് ഹിയർ. ഇവിടുന്ന് പിടിച്ച് ഡ്രാഗ് ചെയ്താൽ മതി. സോ ഐ വിൽ ജസ്റ്റ് ആഡ് സെക്ഷൻ. ഓക്കെ, ഇനിയിപ്പം അടുത്ത വാട്ട് യു വിൽ ഗെറ്റ് ഇൻ ദിസ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിനെപ്പറ്റി കുറച്ചും കൂടെ ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കാൻ വേണ്ടി you can just add a section. അവിടെ ഒരു H2 വരും. So what will you learn in this course? ഈ കോഴ്സിൽ what you will you learn. So ഇതും ഞാൻ H2 center then box. So I can create 3 boxes or 2 boxes. So let's keep it 2 box. So 2 box വെച്ചിട്ട് സോ നമുക്ക് ഓരോ ബോക്സിനകത്ത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന സെക്ഷൻസ് ടെക്സ്റ്റ് എഡിറ്റർ എന്താണ്. സോ ജസ്റ്റ് നോക്കാം. സെക്ഷൻസ് വേണ്ട, നമുക്ക് 2 സെക്ഷൻസ് വേണ്ട, ടെക്സ്റ്റ് എഡിറ്റർ മതി. സോ ലെറ്റ്സ് ഡ്രാഗ് and ഇവിടെയും ടെക്സ്റ്റ് എഡിറ്റർ. സോ ലെറ്റ്സ് ഗോ ടു ദാറ്റ് കോഴ്സ്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. സോ ബിഗിനർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് മലയാളം. സോ ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. Okay, I can't copy. Okay. So basically introduction, opportunity, website setup അങ്ങനത്തെ സെക്ഷൻസ് ആണ്. സോ ജസ്റ്റ് ഞാൻ so you will learn like digital marketing fundamentals അങ്ങനെ വെച്ചിട്ട് ഞാൻ ഓരോന്നോരോന്ന് പോയിന്റ്സ് എന്തൊക്കെ പഠിക്കും ഇതും ബാക്കി ഇവിടെയും കൂടെ വെച്ചിട്ട് ഞാൻ ആഡ് ചെയ്യും. ഇവിടെയും സെയിം ടെക്സ്റ്റ് എഡിറ്റർ ആയിരിക്കും. സോ ആഡ്സിനകത്ത് എന്തൊക്കെ ആഡ്സ് പറയും, സോഷ്യൽ മീഡിയ ads. ഓക്കെ, സോ ഇത് സെക്ഷൻസ് ആയി. സോ ഇനി ഇതിനകത്ത് ഇഫ് യു വാണ്ടഡ് ടു ബ്രേക്ക് യു ക്യാൻ ബ്രേക്ക്. ഇനി വൃത്തിക്ക് ഡിസൈൻ ചെയ്യാം നിങ്ങൾക്ക്. സോ ഇപ്പം ഞാൻ ഡിസൈനൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല. ആൻഡ് ഇവിടെ ഒരു ചെറിയ സ്പേസിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്. സോ ഞാൻ ഇവിടെ ഒരു സ്പേസും കൂടെ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഐ വിൽ ജസ്റ്റ് ഡ്രാഗ് ദിസ് ഹിയർ.
പിന്നെ നമ്മുടെ കോൾ ടു ആക്ഷൻസ് ലാസ്റ്റിൽ വൺ മോർ ടൈം ഇഫ് യു വാണ്ട് ടു ഗിവ് യു ക്യാൻ ജസ്റ്റ് ഗിവ് കോൾ ടു ആക്ഷൻ. അല്ലെ പിന്നെ നമ്മുടെ ലാൻഡിംഗ് പേജ് റെഡിയാണ്. സോ ലെറ്റ്സ് അപ്ഡേറ്റ് ഇറ്റ് ആൻഡ് പബ്ലിഷ്. സോ ലെറ്റ്സ് വ്യൂ. നമ്മൾ പുതിയ ലാൻഡിംഗ് പേജ് വ്യൂ ചെയ്യാം. സോ ദിസ് ഈസ് ദ ലാൻഡിംഗ് പേജ്. ദിസ് ഈസ് ദ ഫോം. സോ ഫോം ഫില്ല് ചെയ്യുക, ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. ഓക്കെ. സോ ഇനിയിപ്പോൾ കുറച്ച് കളർഫുൾ ആക്കണമെങ്കിൽ നമുക്ക് കളർ ചേഞ്ചസ് ചെയ്യാൻ പറ്റും. സോ മൊത്തത്തിൽ ഒരു സെക്ഷൻസിൻ്റെ കളർ വേണമെങ്കിൽ നമുക്ക് കളർസ് കോഡ്സ് ആക്കാം. ഇപ്പം ഈ ബോക്സിന് മൊത്തത്തിനൊരു കളർ വേണമെങ്കിൽ യു ക്യാൻ കം സ്റ്റൈൽ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ടൈപ്സ് ഗ്രേഡിയൻസിനകത്ത് വേണമെങ്കിൽ യു ക്യാൻ വന്ന് കളേഴ്സ്. ഇപ്പം കളർ ഒന്നുമില്ല. സോ യു ക്യാൻ ജസ്റ്റ് പിക്ക് ദ കളേഴ്സ് ഇഫ് യു വാണ്ട്. സോ യു ക്യാൻ ജസ്റ്റ് ഒരു ബ്ലൂയിഷ് വേണമെങ്കിൽ യു ക്യാൻ യൂസ് ദ കളർ ഇഫ് യു വാണ്ട്. സോ ഐ എം ജസ്റ്റ് കമ്മിങ് ടു ബ്ലൂ. Go something like. If you want you can just നമ്മൾ ഗ്രേഡിയൻ്റ് ആണ് പിക്ക് ചെയ്തത്, അതുകൊണ്ടാണ്. സോ ക്ലാസിക് എടുത്തു കഴിഞ്ഞാൽ ക്ലാസിക് സെക്ഷൻസ്. ഇപ്പം ഇതിനൊരു കളർ കൊടുക്കണമെങ്കിൽ ഡിഫോൾട്ട് കളർ. സോ ഇഫ് ഐ വാണ്ട് I can give a bluish color. So let's update. So designing നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാം. I like clean, so I just keep clean things. So just for example you can see that designs കുറച്ചും കൂടെ ചേഞ്ച് ആയി. So now you can see that what you will learn, all those sections will be here. So that's the സെഗ്മെൻറ്റ് ലാൻഡിംഗ് പേജ്. നമ്മൾ ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ലാൻഡിംഗ് പേജ്. ഇതിന് താഴോട്ട് നമ്മൾ ഓരോ ബോക്സ് വെച്ചിട്ട് ആഡ് ചെയ്തുകൊണ്ട് പോയിട്ട് നമുക്ക് ടെംപ്ലേറ്റ്സ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ദ വേ ഹൗ ഇറ്റ്സ് ലുക്ക് ലൈക്ക്. സോ ഇത് മൊബൈലിൽ എങ്ങനെ കാണും ജസ്റ്റ് നമുക്ക് നോക്കാം. സോ റെസ്പോൺസീവ് മൊബൈലിൽ എങ്ങനെയായിരിക്കും. സോ കുറച്ച് ഇമേജ് ക്രഷ് ആവുന്നുണ്ട്. സോ ലെറ്റ്സ് ഇമേജ് സെക്ഷനകത്തോട്ട് സ്റ്റൈലിനകത്ത് നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ആണത് ബ്രേക്ക് അയക്കുന്നത്. സോ ബ്രേക്ക് ആവാത്ത മോഡലിൽ നിങ്ങൾക്കത് സെറ്റപ്പ് ചെയ്യാം. ഓരോ ബോക്സസ് നമുക്ക് താഴോട്ട് അറേഞ്ച് ചെയ്തുകൊണ്ട് പോവാം. സോ ദാറ്റ്സ് ദ തിങ്. ഇപ്പോൾ ഇത് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുക. ഇവിടെ വരുമ്പോൾ കുറച്ചും കൂടി ചെറുതാവും ഇമേജസ്. സോ ഒരു ലേ ഔട്ട് മൊത്തത്തിലൊരു ബാനർ ലേ ഔട്ട് വേണമെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. റിഫ്രഷ്. then anything changed. Okay, so ഇതാണ് ചേഞ്ച് ആയത്, കുറച്ച് ചെറുതായി. now let's look fine, not bad. So this is my landing page, free digital marketing course. ഈ കളർ ഒരു ലൈറ്റർ കളറാണ്. സോ ഇഫ് യു വാണ്ട് യു ക്യാൻ ജസ്റ്റ് ചേഞ്ച് ടു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ. ഇഫ് യു വാണ്ട് യു ക്യാൻ ജസ്റ്റ് ചേഞ്ച് ദിസ്. നമുക്ക് ഫോമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ്സ് വൈ ഇത് ക്ലാസിക്കിനകത്ത് പോയിട്ട് ഈ കളറ് നിങ്ങൾ അത് വേറെ ഏതെങ്കിലും കളർ ആക്കണമെങ്കിൽ ആക്കാം. സോ ബ്ലൂയുടെ ഒരു സോഫ്റ്റ് ബ്ലൂ വേണമെങ്കിൽ എടുക്കാം. ദിസ് ക്യാൻ ബി ഗുഡ്. അപ്ഡേറ്റ്. സെക്ഷൻസ്. സോ നൗ യു ക്യാൻ സീ ദാറ്റ് ആ ബ്ലൂയുടെ ഒരു വേരിയേഷൻസ് വന്നു. So this is the way you can create landing pages. Even നമുക്കിവിടെ വന്നിട്ട്
responsive mode. So this is the free landing page we have created. You have multiple options. ഇത് താഴോട്ട് ആഡ് ചെയ്തുകൊണ്ട് പോവാം, ബട്ട് ഇപ്പോഴത്തേക്ക് ലെറ്റ്സ് കീപ്പ് ഇറ്റ് ഹിയർ ഓൺലി. സോ നൗ വെൻ യു ഫിൽ ദിസ് ഫോംസ് ദാറ്റ് വിൽ ഗോ ടു നമ്മുടെ CRM നകത്ത് അപ്ഡേറ്റ് ആവും. സോ ദാറ്റ്സ് ഇറ്റ്, ഹൗ യു ക്രിയേറ്റ് എ ലാൻഡിംഗ് പേജ് വിത്ത് ഫ്രീ എലിമെൻറ്റർ അക്കൗണ്ട് ആൻഡ് സെക്കൻഡ് പാർട്ട് പെയ്ഡ് എലിമെൻറ്റർ അക്കൗണ്ടിനകത്താണ് എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. സോ ദിസ് വേ യു ക്യാൻ ക്രിയേറ്റ് യുവർ കംപ്ലീറ്റ് ഫണൽ ഫോർ അക്വയറിങ് ക്യാപ്ചറിങ് ലീഡ്സ്. സോ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. സോ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് കീപ് ഇറ്റ് ഇൻ കമൻറ്റ് സെക്ഷൻ. If you're watching this on YouTube, just make sure to like, subscribe and share with your friends. So see you guys in next video. Till then, bye bye, take care.